നവകേരള സദസ്സിൽ ഏറ്റവും അധികം പരാതികൾ ലഭിച്ച മലപ്പുറം ജില്ലയിൽ പരാതികൾ മിക്കതും പരിഹാരമില്ലാതെ തുടരുന്നു. ഒരു മാസം പിന്നിട്ടിട്ടും 4% പരാതികൾ പോലും പരിഹാരം കാണാനായിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ആകെ ലഭിച്ച 81,375 പരാതികളിൽ 2,996 പരാതികൾ മാത്രമാണ് ഇതുവരെയും പരിഹരിച്ചത്. 45 ദിവസത്തിനുള്ളിൽ മിക്ക പരാതികളും പരിഹരിക്കുമെന്നതായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. കേൾക്കാം. പരാതി ലഭിച്ച് 45 ദിവസത്തിനകം പരിഹാരമെന്നായിരുന്നു സർക്കാർ ഉറപ്പ്. പക്ഷേ മലപ്പുറം ജില്ലയിൽ പരാതി പരിഹരിക്കുന്നതിൽ മെല്ലെപ്പോക്ക് നയമാണ്. നവംബർ 27 മുതൽ 30 വരെയായിരുന്നു നവകേരള സദസ്സിന്റെ മലപ്പുറം ജില്ലയിലെ പര്യടനം. ഒരു മാസം പിന്നിട്ടിട്ടും 96% പരാതികളും പരിഹരിക്കാനായിട്ടില്ല. ആകെ ലഭിച്ച 81,375 പരാതികളിൽ 2,996 പരാതികളാണ് ഇതുവരെ പരിഹരിച്ചത്. 5,379 പരാതികളിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇതുകൂടി ഉൾപ്പെടുത്തിയാൽ പോലും ആകെ പരിഗണിച്ചത് 8,375 പരാതികൾ മാത്രം. ശേഷിക്കുന്നതാകട്ടെ 73,000 പരാതികൾ. ഇവ എന്ന് തീർപ്പാക്കുമെന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പോലും നിശ്ചയമില്ല. അധികൃതർ ഉറപ്പു നൽകിയ 45 ദിവസത്തിൽ ഇനി ശേഷിക്കുന്നത് 13 ദിവസം മാത്രം. നിശ്ചയിച്ച കാലാവധിയിൽ ജില്ലയിലെ 10% പരാതികൾ പോലും പരിഹാരം കാണാനാകില്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ പരിഹാരം കാണുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ട്. മറ്റു ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ച് പരാതികൾ പരിഹരിക്കുന്നതിനായി നെട്ടോട്ടമോടുകയാണ് ഉദ്യോഗസ്ഥർ. എന്നാൽ പരാതികളിൽ ഭൂരിഭാഗവും സംസ്ഥാന സർക്കാർ തന്നെ നയപരമായി തീരുമാനമെടുക്കേണ്ടവയാണ്. ഇതിനെങ്ങനെ പരിഹാരം കാണുമെന്ന് അറിയാതെ ആശങ്കയിലാണ് ഉദ്യോഗസ്ഥരും. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം. അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഷ്കർ അലി, വെരി ഗുഡ് മോർണിംഗ്. ജില്ലയ്ക്ക് വേണ്ടി നോഡൽ ഓഫീസർമാരെയൊക്കെ നിയമിച്ചു, വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തി, കൃത്യമായിട്ട് അത് ക്ലാസിഫൈ ചെയ്ത് വർഗീകരിച്ച് അതാത് വകുപ്പുകളിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നമ്മൾ കണക്കെടുക്കുമ്പോൾ ഒരു മാസം പിന്നിടുമ്പോൾ 4% മാത്രമാണ്. ഇനി സർക്കാർ പറഞ്ഞ കണക്ക് പ്രകാരമാണെങ്കിൽ 15 ദിവസം കൂടി ബാക്കിയുണ്ട്. ഈ 15 ദിവസത്തിനുള്ളിൽ വേണം ബാക്കി 96% പരാതികൾക്കും പരിഹാരം കണ്ടെത്താൻ. സാധ്യതയുണ്ടോ? അരുൺ, ഗുഡ് മോർണിംഗ്. ഈ പറയുന്ന ഉദ്യോഗസ്ഥരടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരടക്കം പറയുന്നത് 100% പോയിട്ട് 10% പോലും പരാതികൾ ഈ 15 ദിവസത്തിനകം പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്നുള്ളത്. കാരണം ഈ ലഭിച്ച പരാതികൾ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഏകദേശം 81,375 പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ 30,000-ഓളം പരാതികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടും 13,000-ഓളം പരാതികൾ റവന്യൂ വിഭാഗവുമായി ബന്ധപ്പെട്ട പരാതികളാണ്. ഈ പരാതികളൊക്കെ തന്നെ അധികം ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടവ, അതുപോലെ വിവിധ പെൻഷനുകളുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള നിരവധി പരാതികളുണ്ട്. ഇതൊക്കെ തന്നെ പലതും സംസ്ഥാന സർക്കാർ നയപരമായി തീരുമാനമെടുക്കേണ്ട വിഷയങ്ങളാണ്. കാരണം ലൈഫ് വീട് ലഭിക്കുന്നതിലൊക്കെ തന്നെ നിലവിലുള്ള പരിഗണനാ വിഷയങ്ങളിൽ കുറച്ചുകൂടി വിശാലത നൽകുന്ന നിയമങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആ പരാതികളൊക്കെ ഏതെങ്കിലും വിധത്തിൽ പരിഗണിക്കാൻ പോലും സർക്കാരിന് സാധ്യമാവുകയും എന്നുള്ളതാണ്. നിലവിൽ മലപ്പുറം ജില്ലയിൽ 2,996 പരാതികൾ പരിഹരിക്കുകയും 5,000-ൽ ചില്ലാനും പരാതികളിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അത് ഉൾപ്പെടെ കൂട്ടിയാൽ പോലും 8,000-ൽ ചില്ലാനും പരാതികൾ മാത്രമാണ് ഇതുവരെ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും വിധത്തിൽ നടപടികൾ തുടങ്ങുക പോലും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. ബാക്കി 73,000-ഓളം പരാതികൾ ഇതുപോലെ ഒന്നും ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥരുടെ മേൽ വലിയ സമ്മർദ്ദമുണ്ട്. മറ്റ് അവരുടെ ഓഫീസുകളിലുള്ള ദൈനംദിന പ്രവർത്തനങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നവകേരള സദസ്സിലെ പരാതികൾ മാത്രം പരിഹരിക്കുന്നതിന് വേണ്ടി വലിയ ശ്രദ്ധ ഉദ്യോഗസ്ഥർ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അതിനോടൊപ്പം ഓടിയെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. സർക്കാർ പറഞ്ഞ 45 ദിവസം എന്നുള്ള ഉറപ്പ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഘട്ടത്തിൽ ഇത്രയും ഒരു മാസം 33-ാമത്തെ ദിവസമാണ് ഇന്ന്. ഇത്രയും ദിവസമാകുമ്പോൾ ആകെ പരിഗണിച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ ആകെ പരാതിയിൽ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് വെറും 2,996 പരാതികൾക്കാണ്. അഥവാ 4% പോലും ഇപ്പോഴും തികഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സർക്കാർ മലപ്പുറം ജില്ലയിലെ തന്നെ ഔദ്യോഗിക കണക്ക്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത്, നവകേരള സദസ്സിൽ പരാതികൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ്. 16 മണ്ഡലങ്ങളിൽ നിന്നായി 81,375 പരാതികൾ ലഭിച്ചു. പക്ഷേ അത് തീർപ്പാക്കുന്നതിൽ ഇപ്പോഴും മെല്ലെപ്പോക്ക് നയം തുടർന്നു എന്നുള്ളത് തന്നെയാണ് വസ്തുത. എത്രത്തോളം തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലും ഉദ്യോഗസ്ഥർക്കും വലിയ എല്ലാ ജില്ലകളുടെയും പരാതികളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. 10% പിന്നിട്ട് ഒരു ജില്ലയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം 10,000-കണക്കിന് പരാതികൾ, ആ പരാതികൾ അതാത് വകുപ്പുകൾ പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടവയാണ്. എത്ര അതിവേഗം പരാതികൾ നീക്കിയാലും പല പരാതികളും പരിഹാരമില്ലാത്തവ കൂടിയാണ് എന്നാണ് ഈ അധികൃതർ നൽകുന്ന സൂചന.